പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. 2 ദിവസം നീളുന്ന CPIM സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ളവ വിശദമായി യോഗത്തിൽ ചർച്ച ചെയ്യും. പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്നാണ് ഇന്നലത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലയിരുത്തൽ. ജില്ലകളിലുണ്ടായ പരാജയ കാരണങ്ങൾ ജില്ലാ സെക്രട്ടറിമാർ റിപ്പോർട്ട് ചെയ്യും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, 2 ദിവസം നീളുന്ന CPIM സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ള വിശദമായി യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കൂടുതൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് അജണ്ട ഉൾപ്പെടെ തയ്യാറാക്കിയതിന് തൊട്ട് പിന്നാലെയാണ് യോഗത്തിലേക്ക് കടക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നും അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നുമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എങ്കിൽ പോലും അതിൽ നിന്നും ഖണ്ഡിക്കുന്നതാണ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. കൃത്യമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെന്നും സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ ഗ്രാമമേഖലകളെയും ഒപ്പം തന്നെ ഹൈന്ദവ അയ്യപ്പ വിശ്വാസികളെയും ഒക്കെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും CPIM-ന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുകയും അവർ വോട്ട് മാറി ചെയ്യുകയും ചെയ്തു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പല ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഭരണവിരുദ്ധ വികാരം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങൾ പല ഗ്രാമപഞ്ചായത്തുകളിലും നഷ്ടപ്പെടാനിടയായിട്ടുണ്ടെന്നും ഒക്കെ തന്നെ നൽകുന്ന വിവരം നൽകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഓരോ ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലുണ്ടായ പരാജയം അത് അംഗീകരിക്കേണ്ട വലിയ തരത്തിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ അത് ഒരു പഠനം അനിവാര്യമാണ് എന്നും ആ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം അമിതമായ ആത്മവിശ്വാസം നേതാക്കളിൽ ഉണ്ടായത് ഒരു പരിധിവരെ ഈ ജില്ലകളിലെ പരാജയത്തിന് ഇടയാക്കി. CPIM-ന്റെ ഏറ്റവും കുത്തക എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് വലിയ തരത്തിലെ പരാജയമാണ്. അത് മാത്രവുമല്ല, ഈ കൊല്ലം, തിരുവനന്തപുരം, അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ UDF-ന് വലിയ തരത്തിൽ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലത്തും തിരുവനന്തപുരത്തും ഭരണം കിട്ടിയില്ല എങ്കിൽ പോലും തൊട്ടടുത്ത് UDF എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ജില്ലാ കമ്മിറ്റിക്ക് നൽകുന്ന റിപ്പോർട്ട്. എന്തായാലും ആ റിപ്പോർട്ടിന്മേൽ ഉൾപ്പെടെ ഇന്ന് ചർച്ച നടക്കും. അതിനുശേഷം ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദീകരണ യോഗങ്ങൾ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അത് ഉടൻ തന്നെ ഉണ്ടാകും. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതേ നിർദ്ദേശം ഉയർന്നു വന്നതായിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അതിൽ ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റിനെ തുടർന്ന് ജയിലിൽ കഴിയുന്ന A. പത്മകുമാർ, ഒപ്പം തന്നെ വാസു എന്നിവർക്കെതിരെ സംഘടനാപരമായ നടപടി എടുക്കാതിരുന്നത് വലിയ തരത്തിലെ വീഴ്ചയായിട്ട് ചില ജില്ലാ കമ്മിറ്റികളുടെ ഭാഗത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്തരത്തിൽ അവർക്കെതിരെ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ചില കക്ഷികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ചർച്ചകൾ ഉണ്ടാവും. ആ ചർച്ചകൾക്ക് ശേഷം ഇടതുമുന്നണി യോഗവും ചേരുന്നുണ്ട്. ഇടതുമുന്നണി യോഗം പ്രധാനമായും ഈ വോട്ടർ പട്ടികയുമായി സംബന്ധിച്ച തീവ്ര പരിഷ്കരണവും ഒപ്പം ഈ പുതിയ തൊഴിൽ നയവും ഇത് രണ്ടുമാണ് ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യത. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ജില്ലാതല യോഗങ്ങളുമായി സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും അവരുടെ സംസ്ഥാന സമിതി യോഗവും ചേർന്നതിന് ശേഷം മതിയാകും ഇടതുമുന്നണിയിൽ റിപ്പോർട്ട് നൽകേണ്ടത് എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടതുമുന്നണിയിൽ ചർച്ചയാകില്ല. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം തെക്കൻ ജില്ലകളിൽ വലിയ തരത്തിലുള്ള പ്രഹരം CPIM-ന് ഏറ്റിട്ടുണ്ട്. അത് വലിയ തരത്തിലുള്ള ഒരു പരാജയമായിട്ട് തന്നെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഈ വിഷയം ചർച്ചയാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ശരി, വ്യക്തമാണ്. 2 ദിവസം നീളുന്ന CPIM സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ളവ വിശദമായ യോഗത്തിൽ ചർച്ച ചെയ്യും. പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്നാണ് ഇന്നലത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലയിരുത്തൽ. ജില്ലകളിലുണ്ടായ പരാജയ കാരണങ്ങൾ ജില്ലാ സെക്രട്ടറിമാരും റിപ്പോർട്ട് ചെയ്യും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.